മന്ത്രി ഇത് ഏത് ലോകത്തുനിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. 2006 അദ്ദേഹം എവിടെയായിരുന്നെന്ന് നോക്കണം. എന്ത് ഡീലായിരുന്നു ഉണ്ടായിരുന്നെന്ന് എനിക്കറിയുന്ന കാര്യമല്ല. ഇവർക്കെങ്ങാനും വല്ല ഡീലും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. രാഷ്ട്രീയത്തിലേക്കൊരു മാറ്റം വന്നപ്പോൾ ഒന്നും കിട്ടാഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഞാനിങ്ങനെ മാറിയത് അവർക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ള പേടിയാണോ എന്നൊന്നും അറിയത്തില്ല. കാല് മാറിയെന്നോ എന്തൊക്കെയോ ഞാൻ കണ്ടിരുന്നു. കാല് മാറാൻ ഒട്ടും അറിയാത്ത ആളല്ലേ ഗണേഷ് കുമാർ എവിടെയായിരുന്നു? 2016 ഇടതുപക്ഷത്തേക്ക് വന്നത്. അപ്പോൾ CPM-നെ കണ്ടപ്പോൾ ഒരു ഭ്രമം തോന്നിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? എനിക്കും അറിയാൻ വയ്യ, അദ്ദേഹത്തിനേ അറിയുള്ളൂ അതൊക്കെ. ഇദ്ദേഹം ഈ 5 വർഷം കൊണ്ട് എന്ത് ചെയ്തെന്നൊരു കമ്പാരിസൺ നടത്തണം. ഒരു ഡിസ്കഷന് ഞങ്ങൾ തയ്യാറാണ്. 2006 ഡീലിന്റെ തുടർച്ചയാണ് ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലെത്തിയതെന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ റിപ്പോർട്ടർ TVയോട് പറഞ്ഞത്. ഐഷ പോറ്റി തന്നെ ആ ആരോപണത്തിന് മറുപടി പറയാൻ റിപ്പോർട്ടറിനോടൊപ്പം ഉണ്ട്. മന്ത്രി പറഞ്ഞത് കേട്ട് കാണുമല്ലോ. 2006 ഡീലിന്റെ തുടർച്ചയാണ്. അച്ഛനെ പരാജയപ്പെടുത്തി കോൺഗ്രസ്സുകാർ കാലുവാരിയാണെന്ന് അന്ന് അച്ഛൻ പറഞ്ഞിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. CPM-ൽ നിന്ന് രാജിവെക്കും മുമ്പ് കോൺഗ്രസിലെത്തിയെന്നാണ് മന്ത്രി പറയുന്നത്. എന്താണ് ഐഷ പോറ്റിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഈ മന്ത്രി ഇത് ഏത് ലോകത്തുനിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. 2006 അദ്ദേഹം എവിടെയായിരുന്നെന്ന് നോക്കണം. എന്ത് ഡീലായിരുന്നു ഉണ്ടായിരുന്നെന്ന് എനിക്കറിയുന്ന കാര്യമല്ല. ഇവർക്കെങ്ങാനും വല്ല ഡീലും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. അച്ഛനും മോനും തമ്മിലുള്ള വർത്തമാനം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അച്ഛനെ ആരാ കാല് വാരിയെന്ന് അന്ന് പറഞ്ഞിട്ടുള്ളത്, അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഈ മോൻ കേട്ട് കാണുമല്ലോ. ഇതൊക്കെയാണ് എനിക്ക് ഈ ഡീലിനെ പറ്റി എൻ്റെ അറിവിലുള്ള കാര്യങ്ങളല്ല. അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊരു മാറ്റം വന്നപ്പോൾ ഒന്നും കിട്ടാഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എൻ്റെ അറിവിൽപ്പെട്ട കാര്യമല്ല. അന്നും വോട്ട് ചോദിക്കാൻ എല്ലാവരോടും ചോദിക്കണം എന്ന് എന്നോട് അന്നത്തെ പാർട്ടി പറയുമായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആൾക്കാരല്ല. അത് എൻ്റെ അറിവിൽ ഒരു ഡീല് ഉള്ളതായിട്ട് അത് അദ്ദേഹത്തിന് മാത്രമേ അറിയാവുള്ളൂ എന്താ പറയുന്നതെന്ന്. ഇതിൽ ശരിക്കും മറുപടി പറയേണ്ടത് CPM കൂടിയല്ല. കാരണം CPM-നെ അല്ലേ പ്രതിക്കൂട്ടിലാക്കുന്നത്. തീർച്ചയായിട്ടും അവർ പറയട്ടെ, CPM പറയട്ടെ. എനിക്കറിവുള്ളതല്ല ഈ പറഞ്ഞ പുതിയ കാര്യങ്ങളൊന്നും. അപ്പോൾ വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരോടും നമ്മൾ വോട്ട് ചോദിക്കണം. അതിന് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. ഇലക്ഷൻ ആകുമ്പോൾ സ്ഥാനാർത്ഥിയായ എല്ലാവരെയും കണ്ട് വോട്ട് ചോദിക്കണം. ഞാൻ സ്ഥാനാർത്ഥിയാവാൻ നോമിനേഷൻ കൊടുക്കുന്നു എന്നൊക്കെയുള്ള നേതാക്കളോടൊക്കെ പറയില്ലേ. ഇല്ലാതുള്ള എന്ത് ഡീലാന്നുള്ള അവർ പറയട്ടെ. എനിക്കത്രേ അറിയാവുള്ളൂ. CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് അന്ന് മത്സരിച്ചത്. ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം കോൺഗ്രസിൽ വരുമ്പോഴാണ് ഐഷ പോറ്റിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്. അതിനുശേഷം പിന്നെയും 2 തവണ മത്സരിച്ചു, ജയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അന്നൊന്നും ഈ ഡീലാരോപണം ഈ ഗണേഷ് കുമാർ പോലും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ വരുന്നവരെ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? ഗൂഢാലോചന ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഗൂഢാലോചന എന്നല്ല. എന്തുകൊണ്ടോ ഞാനിങ്ങനെ മാറിയത് അവർക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ള പേടിയാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ജനങ്ങൾക്കറിയാം. എൻ്റെ ഒരു മിച്ചമെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹമാണ്. നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ പേരെ ഒരുപോലെ കണ്ട് പണമുള്ളവരെന്നോ പണക്കാരില്ലാത്തതെന്നോ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് കിട്ടിയോണ്ടാണല്ലോ ഈ വലിയ ഭൂരിപക്ഷങ്ങൾ വരുന്നത്. അപ്പോൾ അതൊക്കെ മറച്ചിട്ട് ഇപ്പോൾ കാല് മാറിയെന്നോ എന്തൊക്കെയോ ഞാൻ കണ്ടിരുന്നു. കാല് മാറാൻ ഒട്ടും അറിയാത്ത ആളല്ലേ ഗണേഷ് കുമാർ എവിടെയായിരുന്നു? 2016 ഇടതുപക്ഷത്തേക്ക് വന്നത്. അപ്പോൾ CPM-നെ കണ്ടപ്പോൾ ഒരു ഭ്രമം തോന്നിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? എനിക്കും അറിയാൻ വയ്യ, അദ്ദേഹത്തിനേ അറിയുള്ളൂ അതൊക്കെ. അവർക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ അതല്ല. ഈ KM ബാലഗോപാലിനെ അദ്ദേഹം വലിയ രീതിയിൽ പുകഴ്ത്തുന്നുണ്ട്. അതായത് ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം കൊട്ടാരക്കരയിൽ ഏറ്റവും വലിയ വികസനം ചെയ്തത് KM ബാലഗോപാലാണെന്നാണ് പറയുന്നത്. അതിനെന്താ മറുപടി പറയാൻ? എനിക്ക് ചിരിയാട് വരുന്നത് സത്യമായിട്ടും. കാരണം ഇവിടെ എന്തുണ്ടായിരുന്നു 2006 വരെ ഈ മണ്ഡലത്തിൽ എന്തുണ്ടായിരുന്നെന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നോ? 2006 ഇവിടെ കോടതി സമുച്ചയം ഉണ്ടായിരുന്നോ? ഇവിടെ KSRTC ബസ് സ്റ്റാൻഡ് അവിടെ എങ്ങനെ കിടന്നിരുന്നതാണ്. അതിൻ്റെ വീഡിയോയൊക്കെ അന്നത്തെ വീഡിയോ അന്നല്ല, ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അത് പൊളിക്കുന്നത്. ഇപ്പോൾ അവിടെ എങ്ങനെയായിട്ടുണ്ട്? ഇദ്ദേഹം കൊണ്ടുവന്നാണോ? ഇദ്ദേഹം ഈ 5 വർഷം കൊണ്ട് എന്ത് ചെയ്തെന്നൊരു കമ്പാരിസൺ നടത്തണം. ഒരു ഡിസ്കഷന് ഞങ്ങൾ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും നല്ല കൃത്യമായ രേഖകൾ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം മുഴുവൻ കാര്യങ്ങളും എന്തൊക്കെ വന്നു. ഇത് ഓർത്താ ചിരുവിന് വെറും ഇങ്ങനെ മനുഷ്യരെ വിഡ്ഢികളാക്കുന്ന പ്രസ്താവനകൾ ഒരിക്കലും രാഷ്ട്രീയക്കാർ ചെയ്യരുത്. കുറച്ചുകൂടെ ഒരു സത്യസന്ധതയും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും നേരോടെ പോകാനും പഠിക്കണം. കാരണം മണ്ടരൊന്നും അല്ല ഈ നാട്ടിലുള്ള ജനങ്ങൾ. ഇവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ പട്ടാപ്പകൽ രാത്രിയാന്ന് പറഞ്ഞ് അതിനെ സമർത്ഥിക്കാൻ നടത്തുന്ന പോലുള്ള ഒരു പ്രചരണമായിട്ടാണ് ഇപ്പോൾ CPM-ഉം അതിൻ്റെ കൂടെ കൂടിക്കൊണ്ട് ശ്രീ ഗണേഷ് കുമാർ നടത്തുന്നതായിട്ട്. CPM നിർദ്ദേശം അനുസരിച്ചാണോ മന്ത്രി ഇങ്ങനെ പറയുന്നത്? ഉറപ്പായിട്ടും ആയിരിക്കുമല്ലോ. ഇപ്പോൾ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് വഴക്കമുള്ള ഈ വീടും മതിലും
ഈ മതിലൊക്കെ എൻ്റെ വീടിൻ്റെ മതിൽ ഞാൻ ഇറക്കിയൊന്ന് ഇടിക്കണമെന്ന് പറഞ്ഞാൽ ഈ വീട് നിങ്ങളൊന്ന് വീഡിയോ എടുത്തിട്ട് പൊക്കോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കൗൺസിലർ ചെയർമാനായിരുന്ന SR രമേശ് പറഞ്ഞു ഇവിടെ ഞാൻ എന്തോ കല്ല് കുഴിച്ചിട്ടേക്കുവാന്ന്. നൂറ്റാണ്ട് മുമ്പ് പഴക്കമുള്ള അന്നിരിക്കുന്ന പോലെ ഇരിക്കുമോ ഇതിപ്പോഴും. ഞങ്ങൾ 90-ൽ ഇത് വാങ്ങിച്ചുള്ളൂ. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള മതിലും ഈ സാധനങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ ഞാൻ കുഴിച്ചിട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ SR രമേശിൻ്റെ വീട്ടിൽ നിങ്ങളൊന്ന് പോകണം. അദ്ദേഹം താമസിക്കുന്ന കോമ്പൗണ്ടിൽ ഇപ്പോൾ പണിഞ്ഞൊരു വീട് എങ്ങനെയാണ് വെച്ചേക്കുന്നത് നിങ്ങളൊന്ന് കണ്ട് ബോധ്യപ്പെടുക. അപ്പോൾ മനസ്സിലാവും. ഒരു കുറച്ച് ഇങ്ങോട്ട് ഇറക്കി പുതിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നോട് നാട്ടുകാർ വിളിച്ച് പറഞ്ഞാണ് അത്. ഇന്നലെ ഈ വാർത്ത കണ്ടിട്ട് നാട്ടുകാരെനിക്ക് ഇട്ട് തന്ന ഫോട്ടോ. എന്തായാലും ഡീൽ എന്ന ഗണേഷ് കുമാറിന്റെ ആരോപണം തള്ളുകയാണ്. ഒരു ഡീലും ഐഷാ പോറ്റി ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഒരു ഡീലും ആരുമായിട്ടും ഇല്ല, ഒരാളുമായിട്ട്. ഞാൻ CPM ഉണ്ടാക്കിയോന്ന് അറിയില്ല. CPMൻ്റെ പിന്തുണയോടെ കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയല്ലേ. അപ്പോൾ എന്തും അങ്ങ് പറയാമെന്നുള്ള ആ രീതി തീർച്ചയായിട്ടും ജനങ്ങൾ അതിന് മറുപടി പറയും. ഉറപ്പാണത്. അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മറുപടി ഉണ്ടാവുമെന്നാണോ പറയുന്നത്? ഉറപ്പായിട്ടും ഉണ്ടാവും. ഉറപ്പായിട്ടും ഈ നാട്ടിലെ ഓരോ ജനത്തിനും അറിയാം ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന്. എത്ര റോഡുകൾ ഇപ്പോൾ റോഡെല്ലാം നന്നാക്കിയെന്ന് പറയാം. കുളക്കടയിലെ റോഡൊക്കെ അന്നേ ചെയ്തിരുന്നതാ. എന്തൊരു സന്തോഷമായിരുന്നു എല്ലാവർക്കും. കരിപ്പുറ പോയ ആ റോഡുകൾ മേഴ്സിക്കുട്ടിയമ്മ മിനിസ്റ്റർ വരുമ്പോഴും പറയുമായിരുന്നു ഇവിടുത്തെ റോഡെല്ലാം അതിമനോഹരമായെന്ന്. ഇതൊക്കെ കണ്ടുപഠിക്കണം. അതെല്ലാം ഇപ്പോൾ സ്വന്തം ക്രെഡിറ്റിലാക്കിയാൽ ശരിയാവില്ല. ചെട്ടിയാരഴിയത്ത് പാലം സ്വന്തം ക്രെഡിറ്റിലാക്കിയോണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു സംവാദത്തിന് തയ്യാറാണ് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ. ഇത് രേഖയുള്ളതല്ലേ. ഇതെല്ലാം പടിഞ്ഞു തീർന്നു എന്നുള്ളത് അറിഞ്ഞൂടെ. കോവിഡ് 1 വർഷത്തോളം നിന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഉദ്ഘാടനം താമസിച്ചുപോയി. താലൂക്ക് ആശുപത്രി നിങ്ങൾ നോക്ക്, 90 കോടി അനുവദിച്ചത് പിള്ള സാർ ഇരുന്നപ്പോഴാണോ? മോൻ പറഞ്ഞല്ല അദ്ദേഹം കൊണ്ടുവന്നേ ഉള്ളെന്ന്. ഒരു റൂറൽ SP ഓഫീസ് അന്ന് ആദ്യ ടേണി ജയിച്ചപ്പോൾ ഞാനിരിക്കുമ്പോഴല്ലേ കൊണ്ടുവന്നത്. കേരളത്തിൽ വികസനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് 100%. എത്ര സംവാദത്തിനും തയ്യാറാണ്. ഒരിടത്തും നോക്കാതെ ഞാൻ കാണാപ്പാടം പറയാം ഈ മണ്ഡലത്തിൽ. ഈ ഗണേഷ് കുമാറിനെയും ധനമന്ത്രിയെ വിളിക്കുന്നുണ്ടോ ചർച്ചയ്ക്ക്? ഞാൻ വിളിക്കുന്നില്ല. ആര് വിളിച്ചാലും അവർക്ക് മറുപടി ഞാൻ നന്നായി കൊടുക്കാൻ എൻ്റെ കയ്യിൽ സകല സംഗതികളും ഉണ്ട്. എന്തായാലും ഡീൽ എന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ആ ഒരു ആരോപണം ഐഷാ പോറ്റി തള്ളുകയാണ്. ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ CPM മറുപടി പറയട്ടെ എന്നാണ് ഐഷാ പോറ്റി പറയുന്നത്. ഏതുതരം സംവാദത്തിനും അവർ തയ്യാറുമാണ്. കൊല്ലത്ത് നിന്ന് റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.